ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ അയലയാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ അയല ആയതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു പകുതി നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അരമണിക്കൂർ റെസ്റ്റിനായിട്ട് മാറ്റി വയ്ക്കാം. ബിരിയാണി തയ്യാറാക്കാനായിട്ട് അയല മീനും നെയ്മീനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീൻ ഓരോ കഷ്ണങ്ങളായും അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കിലോ റൈസിൻ്റെ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഒരു 1.5 കിലോ സവാള ഞാൻ നേരത്തെ തന്നെ നീളത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കണം. ബിരിയാണിയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ മുളക് പൊടി അധികം ചേർക്കുന്നില്ല. പകരം കുറച്ച് മുളക് പൊടിയും ബാക്കി പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 3/4 കപ്പ് പച്ചമുളക് ഞാൻ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ ഫ്ലെയിമുള്ള സ്റ്റൗവിൽ വേണം നമുക്കിത് വെച്ചൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. മീനെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന്. സവാള വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 4 തക്കാളി അരിഞ്ഞതും പച്ചമുളക് ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ബിരിയാണിക്കുള്ള മസാല തയ്യാറായി കഴിഞ്ഞു. നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉപ്പൊക്കെ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മീനിലും കൂടെ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതിനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഈ മീനുകൾ ഓരോന്നും നമുക്ക് ഈ മസാലയിലേക്ക് നിരത്തി വയ്ക്കാവുന്നതാണ്. മസാലയൊക്കെ മീനിൻ്റെ മീതെ ഒന്ന് കോരിയിട്ട് കൊടുക്കണം. എല്ലാം ഒന്ന്
ഈ മസാലയിലേക്ക് മീനുകളെല്ലാം ഒന്ന് പൊതിഞ്ഞ് വച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി റൈസ് തയ്യാറാക്കാനുള്ള പാത്രം നമുക്ക് ചൂടായതിനു ശേഷം ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയും 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചൂടായതിനു ശേഷം ഒരു പിടി സവാള നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്തൊന്ന് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം. റൈസ് വറുത്തിട്ടാണ് ഞാൻ ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. സവാള കരിഞ്ഞു പോകാതെ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു തക്കോലം, ഒരു 7-8 ഗ്രാമ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് ഊറ്റിയെടുത്ത അരിയാണിത്. കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. റൈസ് കരിഞ്ഞു പോകരുത്. അത്യാവശ്യം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പും നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇത് മൂടി വയ്ക്കാതെ തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ് ഈ റൈസ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തട്ടി മൂടി വയ്ക്കാം. നല്ലതുപോലെ റൈസൊന്ന് അമർത്തി കൊടുക്കാം ഇത് ചട്ടുകം വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ യെല്ലോ കളറാണ് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂപ്പിച്ച സവാള. ഇനി മല്ലിയിലയും പുതിനയിലയും കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് വിതറി കൊടുക്കണം. ഇതിനി നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. എൻ്റെ മീതെ ഒരു വെയിറ്റുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കുന്നുണ്ട് ഞാൻ. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് മറിച്ച് കൊടുക്കാം റൈസ്. ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാവുന്നതാണ്. റൈസ് പൊടിഞ്ഞു പോകാതെ വേണം ഈ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് റൈസിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതുപോലെ അടച്ച് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.